ഫദ്ഫന്നി, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ ഖബറടക്കണം. എവിടെ? ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ. ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ. തുറവി ഇലാമി, എൻ്റെ അസ്ഥികൾക്ക് ദാഹശമനമുണ്ടാകും. ഏതുകൊണ്ട്? ഈ മുന്തിരിവള്ളികളുടെ വേര് എൻ്റെ ദേഹത്ത് തട്ടുമ്പോൾ എനിക്ക് ആ മദ്യത്തോടുള്ള ആഗ്രഹം, ആ ദാഹം തീരുമെന്ന് പഠിപ്പിച്ച കവികൾ. ആ മദ്യത്തിൻ്റെ സാമ്രാട്ടുകളെ ഖുർആൻ എന്താക്കി തീർത്തു? അവരെ സംസ്കരിച്ചു. നോക്കൂ, കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ത വിശ്വാസരേബിയക്കാർ. കുറുമ്പ് മാറാത്ത കുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും താൻ. ഈ നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ല അല്ലാഹു സർവാധിക ശക്തനേകൻ. കണ്ടോ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്ക് മുമ്പിൽ നമിച്ചിരുന്ന ജനതയെ സർവേശ്വരനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ റുകൂഉം സുജൂദും ചെയ്യുന്നവരാക്കി മാറ്റി ഖുർആൻ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വിശുദ്ധരായ വിശുദ്ധാത്മാക്കൾ ദീനിലേക്ക് കടന്നു വന്നത് കണ്ടിട്ടാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് എന്ന് കുമാരനാശാൻ ദുരവസ്ഥയിൽ പാടുന്നുണ്ട്. കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്ന് വൻകടലിൽ ചീറും തിരകൾ കടന്നോ ഹിമാലയ മേറിയോ വന്നവരേറെയില്ല. എത്രയോ ദൂരം വഴിമാറി നിൽക്കേണ്ട ഒരേഴച്ചെറുമ്മൻ പൈ തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം തെല്ലും പേടിക്കേണ്ട നമ്പൂരാരേ. ഒരേഴച്ചെറുമ്മൻ, ഒരധസ്ഥിതൻ പോയി പൊന്നാനി ചെന്ന് കെലിമ ചൊല്ലി തൊപ്പിയിട്ടാൽ അവന് പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ ഇരിക്കാം, മോദീനില്ലെങ്കിൽ ബാങ്കും കൊടുക്കാം, ഇമാമില്ലെങ്കിൽ ഇമാമത്തും നിൽക്കാം. അല്ലേ? അവിടെ എന്തെങ്കിലും സവർണതയുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. അതാണ് ഇസ്ലാം. ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളോരാ ശ്രേയസ്സുപേക്ഷിച്ച് ബദ്ധരായി ചേരുമോ ജാതിമേലിൽ. എന്തായി വരികൾ ഇസ്ലാമിന്റെ സൗന്ദര്യം, ദുരവസ്ഥ. അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു വിമർശനം വരുന്നുണ്ട് കേട്ടോ. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പൊന്നുമക്കളെ സ്നേഹിച്ച് വളർത്തി വലുതാക്കി എടുക്കണേ. 10ാം ക്ലാസ്സും പ്ലസ് ടുവും അതുപോലെ മദ്രസയിലെ ക്ലാസ്സുകളുമെല്ലാം നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അൽഹംദുലില്ലാ, അങ്ങനെ വളർത്തിയെടുത്താൽ പാരൻസിന്, മാതാപിതാക്കൾ നമ്മുടെ കടമ നാം നിർവഹിച്ചവരായി മാറി. ഒരു സംഭവം പറയട്ടെ. നുസ്ഹത്തുൻ നാദിരീനിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബാപ്പയും മകനും കടന്നു വരികയാണ്. വന്നിട്ട് പിതാവ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഇന്നബ്നി യഉകുനി, എൻ്റെ മകൻ എന്നെ ദ്രോഹിക്കുന്നു, അവനെ ഉപദേശിക്കണം. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മകനെ ഉപദേശിക്കാൻ തുടങ്ങി. മോനെ, നിന്റെ ബാപ്പയെ നീ അനുസരിക്കണം, വലിയ പ്രതിഫലമാണ് നിനക്കുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ് അമീറുൽ മുഅ്മിനീനോട്, യാ അമീറുൽ മുഅ്മിനീൻ അമാലിൽ ഇബ്നി അലാ വാലിദിഹി ഹഖ്ഖുൻ. മക്കൾക്ക് പാരൻസിനോട്, പിതാവിന് മക്കളോട് കടമകളില്ലേ? പിതാവിന് മക്കളോടും കടമകളില്ലേ? ഉണ്ട് മോനെ, ഉണ്ട്. എന്താണത്? പിതാവ് വാപ്പ ഉമ്മയെ നന്നായി തെരഞ്ഞെടുത്ത് വേണം ഭാര്യയാക്കാൻ. രണ്ടാമത്തത് വയുഅല്ലിമഹുൽ കിതാബ്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. വയുഹ്സിന ഇസ്മഹു, മക്കളുടെ പേര് നന്നാക്കി ഇട്ടു കൊടുക്കണം. ഇത് മൂന്നും പിതാവിന്റെ കടമയാ. അപ്പോ ആ കുട്ടി പറയുകയാണ്, വല്ലാഹി മന്ദഹബ ഉമ്മി, എൻ്റെ ഉമ്മയെ എൻ്റെ ബാപ്പ തെരഞ്ഞെടുത്തതല്ല, ഒരു തട്ടിക്കൂട്ട് കല്യാണമായിരുന്നു. മാഹിയ ഇല്ലാ സിന്ധിയ ഇഷ്തറാഹാ ബി 400 ദീനാർ, 400 ദീനാറിന് വാങ്ങിച്ച അടിമച്ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പെണ്ണാണ് എൻ്റെ ഉമ്മ. അപ്പൊ ആ സ്ത്രീ എത്ര സംസ്കാര സമ്പന്നയായിരിക്കും അല്ലേ?
നമ്മൾ കല്യാണം കഴിക്കുമ്പോഴും നമ്മുടെ മക്കൾക്ക് വധുവിനെ ഇണയെ തിരഞ്ഞെടുക്കുമ്പോഴും നല്ല പശ്ചാത്തലം, നല്ല കുടുംബം, ധാർമ്മിക ബോധമുള്ളവരെ ഒക്കെ നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. അത് ഇനി മറിച്ചാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിഴലിക്കും. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ഉമ്മയുടെ കാര്യം തീരുമാനമായി. രണ്ടാമത്തതോ വമാ അല്ലമനി ശൈഅം മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് ഒന്നും എൻ്റെ ബാപ്പ ഇതുവരെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. മൂന്നാമത്തത് വലാ അഹ്സന ഇസ്മി, ഞാൻ ജനിച്ചപ്പോൾ നല്ലൊരു നാമകരണം പേര് പോലും ഉപ്പ ഇട്ട് തന്നിട്ടില്ല. സമ്മാനി ജുഅലാ, എൻ്റെ ബാപ്പ അന്നു മുതൽ എന്നെ വിളിക്കുന്നത് കരിവണ്ടേ എന്നാണ്. ജുഅല എന്ന് പറഞ്ഞാൽ കരിവണ്ട്, അത് എന്താന്ന് എനിക്കറിയില്ല. കരിവണ്ടേന്ന് ബാപ്പ വിളിക്കണമെങ്കിൽ മനസ്സിലായിക്കോളെ, എന്തെങ്കിലും കാരണം ഉണ്ടാവും. അത് ശരി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വിവർണമായി. ബാപ്പയെ വിളിച്ചു. നീ എൻ്റെ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞത് ഇന്ന ബിനി യൗകുനി എന്നല്ലേ, എൻ്റെ മകൻ എന്നെ ദ്രോഹിക്കുന്നില്ലേ? നിന്റെ മകൻ നിന്നെ ദ്രോഹിച്ചിട്ടേ ഇല്ല. വഅന്ത തഅഖുഹു, നീ മകനെ ചീത്തയാക്കി എന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. കണ്ടോ വത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദിക്കും. ചില മക്കളെ പൊക്കും ബാപ്പ, ചിലരെ താഴ്ത്തും. എടാ നിനക്ക് രാജയോഗമെന്ന് പറയും ചില തന്ത, അല്ലേ? എടാ കഴുതേ ഹിമാറയെന്ന് വേറൊരു മകനെ വിളിക്കുകയും ചെയ്യും അവൻ്റെ മുമ്പിൽ വെച്ച്. ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ പൊന്നുമക്കളോട് നീതി കാണിക്കണേ. ഒരു ഹദീസിൽ വരുന്നുണ്ട്, മാനഹല വാലിദുൻ വലദഹു, ഒരു പിതാവും മക്കൾക്ക് ഒരു ദാനവും കൊടുത്തിട്ടില്ല. മിൻ അദബിൻ ഹസൻ, ഏറ്റവും നല്ല അദബ്, ബെസ്റ്റ് കൾച്ചറാണ് ഏറ്റവും വലിയ ദാനമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. പിന്നെ വേറൊരു കാര്യമുണ്ട്. മക്കളിപ്പോൾ, ഞങ്ങളിപ്പോൾ 10 മക്കളാ, ജ്യേഷ്ഠൻ മരിച്ചുപോയി, ഞങ്ങളിപ്പോൾ 9 പേരുണ്ട്. നമ്മളിതുകൊണ്ട് ഈ 5 വിരലുകൾ കണ്ടില്ലേ? ഇതുപോലെ മക്കൾ 5ഓ 10ഓ ഉണ്ടെങ്കിൽ 10 സ്വഭാവമായിരിക്കും. അതിൽ ഏതെങ്കിലും 1-2 മക്കളുടെ സ്വഭാവം വാപ്പച്ചാക്ക് ഇഷ്ടപ്പെടുത്തും, ഇല്ലേ? നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ വാപ്പയോടും ഉമ്മയോടും തർക്കുത്തരം പറയരുത്. സ്വഭാവം എന്താണെങ്കിലും ശരി, ബാപ്പ ബാപ്പയാണ്, ഉമ്മ ഉമ്മയാണ്, തർക്കുത്തരം പറയരുത്. അപ്പോൾ നമ്മുടെ സ്വഭാവം കൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാവും. പെരുമാറ്റത്തിൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കളാണ്, നമ്മുടെ ഉമ്മ ഉമ്മയാണ്. നോക്കൂ, ഉമ്മയുടെ മഹത്വം എന്തെന്നറിയുമോ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ ഒരു ഭൂകമ്പമുണ്ടായി. അവിടുത്തെ പാലങ്ങളെല്ലാം ഭൂമി കുലുക്കത്തെ അതിജീവിക്കുന്ന ബ്രിഡ്ജുകളാണ്. പക്ഷേ അന്നത്തെ റിക്ടർ സ്കെയിലിൽ തീവ്രത കൂടി പാലങ്ങളെല്ലാം തകർന്നു പോയി. ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ടു. അതാ റെസ്ക്യൂവിൻ്റെ ജീവകാരുണ്യ പ്രവർത്തകർ വന്നു നോക്കുമ്പോൾ മിനി സ്കർട്ട് ധരിച്ച ഒരു മദാമ്മ കമിഴ്ന്നു കിടക്കുന്നു. അവരെ നിവർത്തി കിടത്തിയപ്പോൾ അവരുടെ കൈക്കകത്തൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് ജീവനുണ്ട്, മാതാവിന് തള്ളക്ക് ജീവനില്ല. അതിൻ്റെ തൊട്ടടുത്തൊരു തടിച്ച മൊബൈലും കിടക്കുന്നു. മൊബൈൽ ഇറങ്ങിയ കാലമാണ്. മൊബൈൽ ഇറങ്ങിയപ്പം വലിയ മൊബൈലാണ്. ഞാൻ ഒമാനിൽ ചെന്നപ്പോൾ എനിക്ക് മാന്നാർ ഇസ്മായിലും ഞാജി ഗിഫ്റ്റ് തന്ന മൊബൈൽ ഞാൻ ഇന്നും ഓർക്കുന്നു. തടിച്ച ഒരു മൊബൈൽ. അതുകൊണ്ടൊന്ന് ഞാൻ ടൗണിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. മൊബൈൽ, അന്ന് ആർക്കും മൊബൈലില്ല. ഒമാനപ്പെട്ട സഹോദരങ്ങളെ, ഒരു മൊബൈൽ കാണുന്നു. ആ മൊബൈൽ എടുത്തപ്പോൾ റെസ്ക്യൂവിൻ്റെ ആളുകൾ മൊബൈൽ എടുത്തപ്പോൾ അതിൽ 2 പേര് ഇംഗ്ലീഷിൽ എഴുതി വച്ചിരിക്കുന്നു. എന്താ എഴുതി വച്ചിരിക്കുന്നത്? ഉമ്മ കുഞ്ഞിന് നൽകുന്ന മെസ്സേജ്, ഇഫ് യു ക്യാൻ സർവൈവ് യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ ലവ് യു. കുഞ്ഞേ, നീ ഈ ഭൂകമ്പത്തെ അതിജീവിച്ചാൽ, ഇഫ് യു ക്യാൻ സർവൈവ്, നിനക്ക് കഴിയുമെങ്കിൽ, സർവൈവ് അതിജീവിക്കാൻ കഴിയുമെങ്കിൽ, യു മസ്റ്റ് റിമെമ്പർ ദാറ്റ്, നീ ഓർക്കണം, ഐ ലവ് യു, നിന്നെ വളരെ കൂടുതൽ സ്നേഹിക്കുന്നു ഈ അമ്മ. കണ്ടോ, അതാണ് ഉമ്മ, അതാണ് ഉമ്മ. ഉമ്മയെ മറക്കരുത് കേട്ടോ. ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കണം. ബാപ്പയേക്കാൾ നിങ്ങൾക്ക് ഉപദേശിക്കാൻ പറ്റും. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കിതാബിനകത്ത് എൻ്റെ 2ാമത്തെ മോൻ സൽമാൻ്റെ ഒരു 1.5 വയസ്സുള്ള ഷെഡിയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാനത് വൈഫിനെ കാണിച്ചപ്പോൾ, ആ സ്ത്രീയുടെ ഹൃദയമേ, ഞാൻ ചുമ്മാ പരീക്ഷിച്ചതാ.
കണ്ണ് നിറഞ്ഞു. ആ ഫോട്ടോയ്ക്ക് ഉമ്മ കൊടുക്കുകയാ. അതാണ് തള്ള, അതാണ് ഉമ്മ. നമ്മുടെ സ്നേഹനിധിയായ ഉമ്മ, അല്ലാഹു തആല അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പൊന്നുപ്പ അല്ലാഹു തആല ഇന്ന് പള്ളിക്കാട്ടിലാണ്. അല്ലാഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാതാപിതാക്കളോട് കരുണ കാണിക്കണേ, കരുണ കാണിക്കണേ. അല്ലാഹു തആല പടച്ചോ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് മിൻഹും ജനാഹ ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ ചിറക് നീ വിരിച്ചു കൊടുക്കണം. ഖുർആൻ വഖുൽ, നീ പ്രാർത്ഥിക്കണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹു തആല പടച്ചോ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ മഹല്ലിൽ ഒരു ഫ്രീ തിങ്കറും ഉണ്ടാകരുത്, ഒരു ലിബറൽ ചിന്താഗതിക്കാരനും ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ അസ്തിത്വം ഉണ്ടെന്ന് സമ്മതിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വഹദാനിയത്തും തൗഹീദും മനസ്സിലാക്കുന്ന നല്ല ചെറുപ്പക്കാരെ നമ്മൾ വളർത്തിയെടുക്കണം. അതിൽ പണ്ഡിതന്മാർക്ക് പങ്കുണ്ട്, അതിൽ പാരൻസിന് പങ്കുണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് വളരെ അച്ചടക്കമുള്ള ജമാഅത്ത്. ഈ പള്ളിയിലെ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടെന്ന് പോലും മനസ്സിലാവൂല, അത്ര സമാധാനപ്രിയരാണ് നമ്മുടെ കുട്ടികൾ. അൽഹംദുലില്ലാഹ് ഈ നാടിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ്, അതുപോലെ മറ്റ് ഉസ്താദന്മാരൊക്കെ തന്നെ എല്ലാവരും നല്ല നല്ല മൂല്യമുള്ളവരാ. അല്ലാഹു തആല പടച്ചവൻ അവരുടെ ഇൽമിൽ, അവരുടെ പാണ്ഡിത്യത്തിൽ അല്ലാഹു തആല ഇസ്സത്തും ബർക്കത്തും പടച്ചവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. നോക്കൂ, നമുക്ക് ചില സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ ജമാഅത്തിന്റെ സ്വപ്നങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഈ സാഹിറ ഓഡിറ്റോറിയം ഒന്ന് ഭംഗിയാക്കണം. അതിനേതാണ്ട് 25 ലക്ഷം രൂപ ചെലവ് വരും. അതിൻ്റെ താഴെ നമുക്ക് ടൈലിടണം. അതുപോലെ തന്നെ നമ്മുടെ കസേരകൾ കണ്ടില്ലേ, വെളുത്ത നരച്ചിരിക്കുന്ന കസേരകൾ. നിങ്ങൾ ഇരിക്കുന്നത് നല്ല കസേരപ്പുറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ, കഴിയും പോലെ 50, 100, 500 ഒക്കെ ഇടിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ കസേരകളെല്ലാം നരച്ചു. മറ്റൊരു കാര്യം, ഇൻഷാ അല്ലാഹ് മറ്റൊരു കാര്യം, ഒന്ന്, നമുക്ക് ടൈൽ വർക്ക് നടത്തണം. 2, നമുക്കതിനകത്ത് ആവശ്യമുള്ള കസേരകൾ ഇടണം. 3, നമുക്കത് ശീതീകരിക്കണം, AC ഫിറ്റ് ചെയ്യണം, അല്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ ഒറ്റ ഹദീസ് പറയുകയാണ്, ബാദിറൂ ബിസ്സദഖ, നിങ്ങൾ സ്വദഖ ചെയ്യാൻ മുന്നോട്ട് വരണേ. ഫഇന്നൽ ബലാഅ ലാ യതഖത്താഹാ, സ്വദഖയെ ആഫത്ത് ഓവർടേക്ക് ചെയ്യുകയില്ല. ഉമ്മ പെങ്ങന്മാരെ, സ്വർണത്തിൻ്റെ വില എത്രയാണെന്നറിയുമോ? 1,06,000 രൂപയിലെത്തി നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജമാഅത്താണ് ഇത്, പുത്തൻപള്ളി. നോക്കൂ, ഈ പള്ളിക്കാട്ടിലാണ് നമുക്ക് 6 അടി മണ്ണ് നമ്മളെ കുളിപ്പിച്ച് 7 മീറ്റർ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും. സഹോദരി, അതാ മുഅ്മിനീങ്ങൾ, ഇമാം നമ്മളെപ്പറ്റി ഒരു ലഘു വിവരണം കൊടുക്കും. മയ്യത്ത് സംസ്കാരത്തെ പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കും. നമുക്ക് വേണ്ടി നമസ്കരിക്കുകയാ. എന്നിട്ട് അതാ 6 അടി നീളവും 3.5 അടി വീതിയുമുള്ള ഇടുങ്ങിയ സെല്ലാണ് ഖബർ. ആ ഖബറിലേക്ക് ചേതനയറ്റ മരവിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തെ ഇറക്കി വെക്കുകയാ. ആ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു അമൽ, അത് സ്വദഖയാ, അത് സ്വദഖയാ. നിങ്ങൾ സ്വദഖ ചെയ്തോ, ആപത്ത് നിങ്ങളെ മുൻകടക്കുകയില്ല. ഹസ്സിനു അംവാലകും ബിസ്സകാ, അല്ലാഹു നിങ്ങൾക്ക് തന്ന സമ്പത്ത് മുഴുവനും പ്രൊട്ടക്റ്റ് ചെയ്തോ സക്കാത്ത് കൊടുത്തുകൊണ്ട്. ഇയർലി ചെയ്യുന്ന ഫർളായ അമലാണ് സക്കാത്ത്. രാവും പകലും, രഹസ്യമായും പരസ്യമായും, കൂടുതലും കുറച്ചും ചെയ്യാവുന്ന സ്വദഖയാണ് ഐച്ഛികമായ ദാനധർമ്മം സ്വദഖ. ഈയിടെ നമ്മുടെ ഒരു സുഹൃത്ത് വഫാത്തായി. അപ്പം ലേശം പിശുക്കനായിരുന്നു. ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ എത്രയാണെന്നറിയോ ഡെപ്പോസിറ്റ്? കോടികൾ. എത്ര? മകൻ വിചാരിച്ചൊരു 10-15 ലക്ഷം രൂപ കാണുമെന്ന്. സുബ്ഹാനല്ലാഹ്. എന്തിനായി കെട്ടിപ്പൂട്ടി വെക്കുന്നത്, അല്ലേ? എന്തിനായി കെട്ടിപ്പൂട്ടി വെക്കുന്നത്?
വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നു, എണ്ണിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞു എത്ര ശരിയാ അല്ലേ? പ്രച്ചോൻ കാക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമ്മൾ സ്വതഖ ചെയ്യണേ. ഒരു ഹദീസിൽ വരുന്നുണ്ട്, ഇന്നല്ലാഹ, അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല ഖസ്സമ ബൈനക്കും അഖ്ലാഖക്കും കമാ ഖസ്സമ ബൈനക്കും അർസാഖക്കും. നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ റേഷൻ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതുപോലെയാണ് നിങ്ങളുടെ സ്വഭാവങ്ങളും. വ ഇന്നല്ലാഹ യുഅ്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു സമ്പത്ത് കൊടുക്കും. വലാ യുഅ്തിദ്ദീന ഇല്ലാ മൻ യുഹിബ്ബു. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് ദീൻ കൊടുക്കുകയുള്ളൂ, ആദർശം കൊടുക്കുകയുള്ളൂ. ഷഫീഉനാ റസൂലുള്ളാഹി. നമുക്ക് ഏത് വേണം? പണം വേണോ, ദീൻ വേണോ? അല്ലാഹു ദീൻ തന്ന് അനുഗ്രഹിക്കട്ടെ, അല്ലാഹു ദീൻ തന്ന് അനുഗ്രഹിക്കട്ടെ. നോക്കൂ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഒതുക്കുങ്ങൾ ഓക്കെ ഉസ്താദിന്റെ ഒരു ചരിത്രം ഇന്ന് മസർ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു. ഓക്കെ ഉസ്താദിന് ദുനിയാവിനോട് താല്പര്യവും ഇല്ലായിരുന്നു, ദുനിയാവ് പിന്നാലെ വന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ സാഹിറ പബ്ലിക് സ്കൂൾ, അതൊരു UP സ്കൂൾ, അതൊരു 10ാം ക്ലാസ്സിലേക്ക് എത്തി. മാഷാ അല്ലാഹ്, നല്ലൊരു സ്കൂളായി എനിക്ക് കാണണം. അല്ലാഹു തആല പടച്ച തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ ഓഡിറ്റോറിയം അത് ഭംഗിയാക്കണം. ഇപ്പോൾ പരിസരത്തുള്ള ഓഡിറ്റോറിയം മുഴുവനും AC-യാ. അപ്പോൾ നമുക്കൊന്ന് AC ഒക്കെ ആക്കി നമുക്കത് കൊടുക്കണം. ഇപ്പം നിലവിൽ 35,000-40,000 ഒക്കെയാ വാടക അല്ലേ? നമ്മുടെ മെയിൻ വരുമാന സ്രോതസ്സാണ് നമ്മുടെ ഓഡിറ്റോറിയം. അതുകൊണ്ട് ഈ മഹല്ലിലെ ബഹുമാനപ്പെട്ട ധനാഢ്യരോടും തൊഴിലാളികളോടും ഉമ്മ പെങ്ങന്മാരോടും എനിക്ക് പറയും, സഹോദരിമാരെ, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് 2 ഗ്രാം സ്വർണം തരിക. ഇൻഷാ അല്ലാഹ്. പണ്ടൊക്കെ ഒരു മാലയാ ചോദിക്കുന്നത്, ഒരു വളയാ ചോദിക്കുന്നത്, ഇന്ന് വെറും 2 ഗ്രാം. മാഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ഇന്ന് തരാൻ പറ്റുമെങ്കിൽ തരിക, അല്ലെങ്കിൽ നാളെ PMS തങ്ങൾ വരുമ്പോ, ബഹുമാനപ്പെട്ട സാദാത്ത് സയ്യിദ് വരുമ്പോ, പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട മഹാനവറുകൾ ഇവിടെ എത്തുമ്പോ നിങ്ങൾ കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. നമുക്ക് ടൈലിടണം, അതിന് എത്രയാ കണക്കെന്നൊക്കെ ഇൻഷാ അല്ലാഹ് കമ്മിറ്റിക്കാർ പറയും. അതുപോലെ നമുക്ക് കുറച്ച് ചെയറുകൾ വാങ്ങണം. നോക്കൂ, ഓഡിറ്റോറിയത്തിന്റെ ക്രമീകരണ ചെലവിനായി ഒരു ഭാഗം എത്രയാ? 3000 രൂപ അല്ലേ വെച്ചാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 3000-ഓളം രൂപ ഇൻഷാ അല്ലാഹ്. അത് ഒരു ചെറിയ ശതമാനം ഇൻഷാ അല്ലാഹ്. അത് അങ്ങനത്തെ 1, 2, 3 ഷെയർ നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ 5 ഷെയർ എടുക്കണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല പടച്ചവൻ കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ഉസ്താദ് പറയുന്നു 5 ചുരുക്കല് അതൊരു 10 ഗഡു അല്ലേ ഒരു എടുക്കണമെന്നാണ് ഉസ്താദ് പറയുന്നത്. പിന്നെ ഇൻഷാ അല്ലാഹ് എൻ്റെ ഒരാഗ്രഹം ഞാൻ പറയട്ടെ, ഒരു 20,000 അല്ലേ? അപ്പൊ എത്ര അംശം വരും ഉസ്താദേ? 721. അപ്പൊ അതെ, ഒരല്പം ഒരു 1000 രൂപ കൂടുതൽ വരുമെന്നേ ഉള്ളൂ അല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ്, ഞാനിവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റിൻ്റെ മദഹിനോട് പലരും പറഞ്ഞു, ഇക്കഴിഞ്ഞ 4.5 വർഷത്തോളം ജമാഅത്തിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് മർഹൂം ഷാനവാസ് സാഹിബ് അല്ലേ? അല്ലാഹുവേ, ഇന്ന് അദ്ദേഹം മാറടി മണ്ണിലാണ്. ഒരു മോള് വരുന്നുണ്ട്, എന്തോ കയ്യിലുണ്ടല്ലോ, പൊന്നാണോ ഇല്ലേ? അവിടെ കൊണ്ട് നിന്നല്ലോ. എടി പെണ്ണേ, നീ പോയി സഹോദരിമാരോടൊക്കെ ഒരു മോതിരമൊക്കെ വെച്ച് തരാൻ പറ. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഷാനവാസ് സാഹിബ് ഈ ജമാഅത്തിന് നിസ്വാർത്ഥമായി സേവനം ചെയ്ത വ്യക്തിയാണ്. നീ അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം പ്രകാശിപ്പിക്കണേ അല്ലാ. ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ സൽക്കർമ്മങ്ങളും പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. പിന്നെ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ടൈൽസിനെ കുറിച്ചുള്ള ഒരു രൂപരേഖ ഇവിടെ തന്നിട്ടുണ്ട്. ഏകദേശം 4000 ഇതാണോ? 4000 ഒരു സ്ക്വയർ ഫീറ്റിന് 4000 രൂപയാവും അല്ലേ?
ഇല്ല ഉസ്താദ് നോക്കി. ആ ഒരു 3 സ്വലാത്തി ചൊല്ലി. സ്വല്ലല്ലാഹു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മൊത്തം 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4000 സ്ക്വയർ ഫീറ്റ് അല്ലേ? അതിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ പൈസ എഴുതിയിട്ടില്ല അല്ലേ? പിന്നെ നമുക്ക് മൊത്തം 30 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് കണക്കാക്കിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഈ മെസ്സേജ് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇവിടെ എല്ലാവർക്കും പൈസ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അല്ലേ? നല്ല മുതലാളിമാരാണ് ഇവിടെ ഉള്ളവരൊക്കെ, നമ്മുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഇല്ലേ? അതുകൊണ്ട് അവർക്ക് വാ വിളിക്കുന്നത് കേട്ടോ. അല്ലാഹു തആല കുറച്ച് കബൂലാക്കി തരട്ടെ ഇൻഷാ അല്ലാ. ഒരാദ്യത്തെ സദഖ ഒന്ന് പറഞ്ഞേ, ഒന്ന് ബറക്കത്താക്കി പറഞ്ഞേ. മാഷാ അല്ലാ. ഒരു സഹോദരൻ അല്ലേ, 4000 രൂപ കൂലു തക്ബീർ. മകളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കാൻ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. തഖബ്ബലല്ലാ തഖബ്ബലല്ലാ. പൊന്നുമോളുടെ വിവാഹം നല്ല രൂപത്തിൽ നടത്തി കൊടുക്കണേ അല്ലാ. ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ സന്തോഷം ആ കുടുംബത്തിൽ നൽകണേ അല്ലാ. ആ മോൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടിയാണ്. അൽഹംദുലില്ലാ, 4000 രൂപ ആ സഹോദരൻ നിയത്താക്കിയിരിക്കുന്നു. ആണോ? അള്ളാഹു പടച്ചവനെ ഒരു സാധുവാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. ഇനി ആരാ? ഒരു 10001 രൂപ ഇൻഷാ അല്ലാ. ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് നല്ല ആണത്തത്തോടുകൂടി ഒന്ന് പറഞ്ഞേ. അള്ളാഹു കബൂലാക്കട്ടെ. ഒരു 10001 രൂപ. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ഒരു സൂറത്താ മുനാഫിഖൂൻ അല്ലേ ഉസ്താദേ? അല്ലേ? ആ മുനാഫിഖൂൻ്റെ അവസാനത്തിൽ ഒരായത്തുണ്ട്. അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം, മിമ്മാ റസഖ്നാകും, നാം തന്നതിൽ നിന്ന് അല്ലേ? മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം വരുന്നതിന് മുമ്പ്. ഫയഖൂൽ, മരണം വരുമ്പോൾ അവൻ പറയും, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു 2 മാസം കൂടെ നീ നീട്ടിത്താ, നീ നീട്ടിത്താ, നീട്ടിത്തന്നുകൂടെ, നിനക്ക് നീട്ടിത്താ റബ്ബേ. ഫഅസ്സദ്ദക, ഞാൻ സദഖ ചെയ്തോളാം. വാക്കും മിനസ് സാലിഹീൻ. ഇത് ഖുർആന്റെ ആയത്തല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഓതുന്ന ആയത്തല്ലേ? സുഹൃത്തുക്കളെ, അന്നേരം നമ്മൾ ആവശ്യപ്പെടും, നമുക്ക് നീട്ടിത്തരുവോ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. ഒരു ശരീരത്തിനെയും നഫ്സിനെ അല്ലാഹു തആല എന്താക്കണം? അല്ലാഹു തആല നീട്ടിക്കൊടുക്കുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല തീബുൻ നഫ്സ്, നിറഞ്ഞ മനസ്സോടെ ഈ വർഷത്തെ 52ാമത് ദിക്ർ ഹൽക്ക വാർഷികം നേർച്ചയുടെ ഈ സ്മരണ മുറ്റി നിൽക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് പറയും ഒരു 10001 രൂപ. ഷാജഹാൻ എന്തോ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ 50,000 തരണം ഇൻഷാ അല്ലാഹ്. റഹീം ഏത് റഹീമാ? നമ്മുടെ സെക്രട്ടറിയാണോ? അബ്ദുറഹീം എന്ന് പറയും. നമ്മുടെ അബ്ദുറഹീംക്ക 5 ഭാഗം അല്ലേ? ടൈലാണോ? 3000 വെച്ചല്ലേ? മൊത്തം 15,000 രൂപ. ബഹുമാനപ്പെട്ട സെക്രട്ടറി, ജമാഅത്തിന്റെ സെക്രട്ടറി അബ്ദുറഹീം, നിങ്ങളൊക്കെ റഹീം എന്ന് വിളിക്കുന്ന സഹോദരൻ, ഖൂലു തക്ബീർ. അല്ലാഹുവേ ഈ നിറഞ്ഞ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. റഹീം കാക്കും കുടുംബത്തിനും മക്കൾക്കും ബർക്കാത്തുകൾ നൽകണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകണേ അല്ലാ. ആമീൻ ആമീൻ. ഷാജഹാൻ ഡ്രീം ലാൻഡ് അല്ലേ? ആരാ ഷാജഹാൻ? എവിടെ ഷാജഹാൻ സാഹിബ്? എവിടെ? ഡ്രീം ലാൻഡ് ഷാജഹാൻ സാഹിബ് എത്രയാ വരുന്നത്? 10,000 രൂപ അല്ലേ? മാഷാ അല്ലാ, മാഷാ അല്ലാ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പരിപാലന സമിതി അംഗമാണ്.
ഷാജഹാൻ, അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകണേ അല്ലാ. ഭാര്യയ്ക്കും മക്കൾക്കും ഇസ്സത്തും ബർക്കത്തും നൽകണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ജമീല് പേഴുവിള അല്ലേ, മരണപ്പെട്ട മകന് വേണ്ടി ദുആ ചെയ്യാൻ 6666 രൂപ അല്ലേ. അല്ലാഹു കബൂലാക്കട്ടെ. ജമീൽ പേഴവിള മരണപ്പെട്ട മകന് വേണ്ടി അല്ലേ. തഖബ്ബലല്ലാ തഖബ്ബലല്ലാ, ജമീലിൻ്റെ സ്വതഖ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ആ മകന് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ജമീലിൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആമീൻ ആമീൻ. ഷാജഹാൻ അല്ലേ, 3000 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. മരണപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ഈ സ്വതഖ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ബാപ്പാക്കും ഉമ്മാക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ ഖബറിൽ അതാ ഒറ്റയ്ക്ക് കഴിയുന്ന ആ ഖബറിൽ നീ നൂറാനിയത്ത് നിറക്കണേ അല്ലാ. പ്രകാശം നിറച്ചു കൊടുക്കണേ അല്ലാ. ഭയപ്പെടുത്തല്ലേ അല്ലാ. ഷാജഹാനും വാപ്പാ മക്കൾക്കും നീ ബർക്കത്തും ഇസ്സത്തും നൽകണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഇൻഷാ അല്ലാഹ് സാറേ ഇച്ചിരി വെള്ളം എടുക്കുക സാറേ. യെസ് ആണോ? യെസ് ഷാജഹാനാണോ? സ്വന്തം അല്ലേ, മാഷാ അല്ലാഹ്. 10000 രൂപ മരണപ്പെട്ട ബാപ്പയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. ഉമ്മ ഉണ്ടോ? ഹയാത്തിലുണ്ട്. അല്ലാഹുവേ ഷാജഹാൻ പടച്ചവനെ ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ സ്വതഖ നീ സ്വീകരിക്കണേ അല്ലാ. പരിപാലക സമിതി അംഗമാണ്. മരണപ്പെട്ടു പോയ ഉപ്പാക്ക് ഇതിൻ്റെ സവാബ് അദ്ദേഹം ഹദിയ ചെയ്യുന്നു. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. പൊന്നുപ്പാടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഉമ്മ വാർദ്ധക്യത്തിലാണ്. പടച്ചവനെ ആ ഉമ്മയ്ക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഷാജഹാന്റെ ബിസിനസ്സിൽ ഉയർച്ചയും വളർച്ചയും നൽകണേ അല്ലാ. ഭാര്യയ്ക്കും മക്കൾക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആമീൻ ആമീൻ. അബ്ദുൽ ഖാദർ എന്ന സഹോദരൻ 11000 അല്ലേ. ഖൂലു തക്ബീർ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അത് മേടിച്ചേ. അബ്ദുൽ ഖാദർ എന്ന സഹോദരൻ്റെ ഈ സ്വതഖ നീ സ്വീകരിക്കണേ അല്ലാ. തഖബ്ബലല്ലാ തഖബ്ബലല്ലാ. അല്ലാഹുവേ മുറാദുകളൊന്നും പറഞ്ഞിട്ടില്ല റബ്ബേ. അദ്ദേഹത്തിൻ്റെ ഹാജാത്തുകൾ, അദ്ദേഹത്തിൻ്റെ മുറാദുകൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അബ്ദുൽ ഖാദർ സാഹിബിനും ഭാര്യയ്ക്കും മക്കൾക്കും ഇസ്സത്തും ബർക്കത്തും നൽകണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഷരീഫ് ചാവേറ്റിക്കുഴി. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാം. 10000 അല്ലേ? പ്രസിഡന്റിന്റെ ജ്യേഷ്ഠനാണല്ലേ ഷരീഫ്. മരണപ്പെട്ടു പോയാൽ നമ്മുടെ പ്രസിഡന്റിന്റെ ജ്യേഷ്ഠനാണ് ഷരീഫ്. അല്ലാഹുവേ ഷരീഫ് കാക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഇസ്സത്ത് നൽകണേ അല്ലാ. ബർക്കത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു തആല ഷരീഫ് കാടെ കച്ചവടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപാടുകളിൽ നീ ഉയർച്ചയും വളർച്ചയും നൽകണേ അല്ലാ. പിന്നെ ഷേർഷാ അല്ലേ, ഷേർഷാ അഹമ്മദിക്കാരനാണല്ലേ? അതും അത് തന്നെയാ. ചാവേറ്റിക്കുഴിയാണ്. 10000 രൂപ അള്ളാഹു കബൂലാക്കട്ടെ. പിന്നെ നമ്മുടെ റിയാസ് അല്ലേ, 5000 രൂപ. റിയാസ്
ഫന്റാസിയ തച്ചോണം. ഫന്റാസിയ കടയുടെ പേരാണ്. മാഷാ അല്ലാ. പിന്നെ മകളുടെ വിദ്യാഭ്യാസത്തിനും കച്ചവട പുരോഗതിക്കും മാഷാ അല്ലാ ഒരാളെങ്കിലും മകൾക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ അല്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. 5000 രൂപ. അള്ളാഹുവേ ഷേർഷാ എന്ന സഹോദരൻ്റെ 10000 നീ സ്വീകരിക്കണേ അല്ലാ. റിയാസിൻ്റെ 5000 രൂപ ആ മകളുടെ വിദ്യാഭ്യാസത്തിനും കച്ചവടത്തിലെ ബർക്കത്തിനും നിയത്താക്കിക്കൊണ്ട് നൽകുന്നു റബ്ബേ. നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ നിറഞ്ഞ സദസ്സിൽ വെച്ച് മുതഅല്ലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ അല്ലാഹുവേ ദറസ് നടത്തി പ്രായം അധികരിച്ച വന്യവയോധികായ പണ്ഡിതന്മാർ ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ അല്ലാഹുവേ അവരെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ അല്ലേ? അല്ലാഹുവിന് റുക്കൂ ചെയ്യുന്ന ഷെയ്ഖ് പ്രായമുള്ളവരില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ പുല്ല് തിന്നുന്ന കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ, അതിനു മുമ്പ് യതീമക്കളില്ലായിരുന്നുവെങ്കിൽ, അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് അല്ലാഹു തആല അവരുടെ കരുണ നമുക്ക് തരുന്നത് അല്ലേ? അൽഹംദുലില്ലാ. തഖബ്ബലല്ലാ തഖബ്ബലല്ലാ. പിന്നെ മുക്കടയിൽ ഹുസൈൻ അല്ലേ? എത്രയത്? 1500 ആണോ 15000 ആണോ? പൂജ്യത്തിന് വിലയില്ലേ? ഒറ്റ പൂജ്യം കളഞ്ഞാൽ 1500 ആവും അല്ലേ? അപ്പോൾ പൂജ്യത്തിന് വിലയുണ്ട്. 15000. മാഷാ അല്ലാ മാഷാ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാനാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അംവാത്ത്. അല്ലാഹുവേ മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഹുസൈൻ കാട കുടുംബത്തിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക് നീ ബറകാത്തുകൾ നൽകണേ അല്ലാ. മുറാദുകൾ സഫലീകരിക്കണേ അല്ലാ. ബലാഉകൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആമീൻ ആമീൻ. സ്വർണത്തിൻ്റെ വില എത്രയാ? 1,06,000 രൂപ. അതുകൊണ്ട് ഇതുവരെ ഒന്നും വന്നില്ല. മനസ്സിലായില്ലേ? 1 ഗ്രാം തരണമെങ്കിൽ ഇച്ചിരി ജിഹാദ് ചെയ്യണം അല്ലേ? അബുൽ ഹസൻ നമ്മുടെ പ്രസിഡന്റ് അല്ലേ? 10,000 അല്ലേ? പ്രസിഡന്റ് 10,000 തന്നാൽ മതിയോ? വലിയ ടീമാന്നാ ഞാൻ കേട്ടത്. എവിടെ പ്രസിഡന്റ്? അവിടെ ഉണ്ടല്ലേ? മാഷാ അല്ലാ മാഷാ അല്ലാ. ഞാൻ ഇന്നലെ മുതൽ മൂപ്പരയിട്ട് വാട്ടുകയാണല്ലേ? പൊരുത്തപ്പെടുമായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ് പൊരുത്തപ്പെടവേ. അല്ലാഹു തആല കബൂലാക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സ്വതക്ക സ്വീകരിക്കട്ടെ. അബുൽ ഹസൻ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് ഈ പള്ളിയുടെ ഇമാറത്ത് പരിപാലനം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുക. ഭംഗിയായി ആർജവത്തോടെ അൽഹംദുലില്ലാ ആർജവത്തോടെ ഇത് കൊണ്ടുപോകാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ അബുൽ ഹസൻ സാഹിബിനും ഭാര്യയ്ക്കും മക്കൾക്കും ബഹുമാനപ്പെട്ട പ്രസിഡന്റിനും മക്കൾക്കും കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ 10000 രൂപ നീ സ്വീകരിക്കണേ അല്ലാ. ഉയർച്ച നൽകണേ അല്ലാ. ബർക്കാത്തുകൾ നൽകണേ അല്ലാ. ആമീൻ ആമീൻ. പിന്നെ സുലൈമാൻ 1313 രൂപ. മാതാപിതാക്കളുടെ ആഫിയത്തിന്, പിന്നെ മക്കളില്ല, നല്ല മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലേ? പിന്നെ അനുജത്തി മരണപ്പെട്ടു. അല്ലാഹുവേ സുലൈമാൻ മുസ്ലിയാരുടെ ഈ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അനുജത്തി സഹോദരി നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ആഫിയത്ത് നൽകണേ അല്ലാ. സന്താന സൗഭാഗ്യം നൽകണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. തഖബ്ബലല്ലാഹ് തഖബ്ബൽ. ഷാജഹാൻ സ്റ്റാർ 10000 രൂപ അല്ലേ? ഷാജഹാൻ സ്റ്റാർ എന്താ കടയുടെ പേരാണോ? സ്റ്റാർ ഡ്രൈവിംഗ് സ്കൂളാണ്. മാഷാ അല്ലാ. അല്ലാഹുവേ ഡ്രൈവിംഗ് സ്കൂൾ ആ പദ്ധതിയിൽ, ആ സംരംഭത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഷാജഹാൻ സാഹിബിനും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ 10,000 നീ സ്വീകരിക്കണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. പിന്നെ
നിസാറോ നിസാർ ഒളിയങ്കോട് അല്ലെ, 5000 രൂപ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി. അൽഹംദുലില്ലാഹ്, ഉപ്പാനെയും ഉമ്മാനെയും മറക്കാൻ പറ്റുമോ? അല്ലാഹുവേ, വളർത്തി വലുതാക്കി ഞങ്ങൾക്കെല്ലാം അന്തസ്സും ആഭിജാത്യവും നൽകിയ ഉപ്പ, അതുപോലെ പൊന്നുമ്മ, എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നിസാർ ഒളിയങ്കോട്, അദ്ദേഹത്തിൻ്റെ ഈ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ ആമീൻ. ആ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലഹുമാ വർഹംഹുമാ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. പിന്നെ ഫജാസ് കോട്ടയം അല്ലേ, വിദേശത്ത് നിൽക്കുന്നു. ജോലിയുടെ വർക്കത്തിനും ആരോഗ്യത്തിനും ഖൈറിനും വേണ്ടി 15,000 അല്ലേ, 15,000 അല്ലേ? ഇതാരാ കോട്ടയത്തുള്ള ആരാ? ഫജാസ് കോട്ടയം വിദേശത്ത് നിൽക്കുന്നു. ഉസ്താദിൻ്റെ ആരെങ്കിലും ഫദൽ ഉസ്താദിൻ്റെ? മാഷാ അല്ലാഹ്. ഫദൽ ഉസ്താദ് കോട്ടയംകാരനാണല്ലോ. 10-15 വർഷം കോട്ടയത്ത് സേവനം ചെയ്ത പണ്ഡിതനാണ്. ഇപ്പം വിദേശത്തല്ലേ. സാഫിറു തുർസഖു, യാത്ര ചെയ്തോ റിസ്ക് വരുമെന്നാണ് റസൂലുള്ള പറഞ്ഞത് അല്ലേ. ഗൾഫിലോട്ട് പോകാനാണ് പറഞ്ഞത്. എങ്ങനെ? ഇപ്പം ഇവിടെ ഉണ്ട്. മാഷാ അല്ലാഹ്. അതിനെപ്പറ്റിയും ഹദീസുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് നാട്ടിൽ റിസ്ക് കിട്ടൽ. ഉണ്ടാ ഇബാറത്ത് പെട്ടെന്ന് ഓർക്കുന്നില്ല അല്ലേ സാർ? അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവേ, വിദേശത്ത് നിൽക്കുന്ന ഫജാസ്, നീ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. അദ്ദേഹം നൽകിയ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹം വിദേശത്താണ്. നിന്റെ ഹിമായത്ത്, നിന്റെ ഹിഫാലത്ത് അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടാകണേ അല്ലാ. ആമീൻ ആമീൻ. ഇപ്പം പറഞ്ഞാണോ? ഫോണിലൂടെ പറഞ്ഞാണോ? പൈസ അയച്ചാ? ജലാൽ പൊയ്കയിൽ 5000 രൂപ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. തഖബ്ബലല്ലാ. അല്ലാഹുവേ, ജലാലുകാക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ആമീൻ ആമീൻ. ഷറഫുദ്ദീൻ കോട്ടൂരാൻസോ ആണോ? പരിപാലന സമിതി അംഗമാണ്. 5000 രൂപ. ഖുലൂ തക്ബീർ. അല്ലാഹുവേ, ഷറഫുദ്ദീൻ കാക്ക് കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഇസ്സത്തും ബർക്കത്തും നൽകണേ അല്ലാ. ആമീൻ ആമീൻ. പിന്നെ കഴിഞ്ഞോ? എന്താ ഷാജാനെ ദുആ ചെയ്യാവോ? ഇനി ആരാ? ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു ഖബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഒരു വയറുവേദന മതി ആശുപത്രി കൊണ്ടേ ആയിരങ്ങൾ കളയാൻ അല്ലേ. അല്ലാഹു ശിഫയാക്കട്ടെ, അല്ലാഹു ശിഫയാക്കട്ടെ. സ്ത്രീകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവരുടെ ഹൃദയമൊക്കെ ഇങ്ങനെ പാറ പോലെ ഉറച്ചു പോയത്. ഇന്നലെ ഒരു പെണ്ണിന് ഇട്ട് കൊടുത്ത എത്ര അറിയോ? 102 പവൻ. എങ്ങനെയുണ്ട്? മാഷാ അല്ലാഹ്. പണ്ടൊക്കെ വാള് പറഞ്ഞ ഉസ്താദ് ചോദിച്ചാൽ ഊരി തരുമായിരുന്നു അലിക്കത്തും വളയും അല്ലേ. ഇന്നിപ്പോൾ 6000 ആയത്തോതി വാള് പറഞ്ഞാലും ശരി, പ്രതിഫലനമില്ല. ഞാൻ വിചാരിച്ചു വർക്കത്തിനെങ്കിലും ഒരു മോതിരം കിട്ടുമെന്ന് ഓർത്തു ഇല്ലേ. റിയാസേ അല്ലേ, ഉണ്ടോ? പൊന്നുണ്ടോ? മാഷാ അല്ലാഹ്. ആണോ? അല്ലാഹു കബൂലാക്കട്ടെ. അത് കൊള്ളാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാടിന് പുറത്തും വിദേശത്തുമുള്ളവരൊക്കെ നമ്മുടെ പരിപാടി ലൈവായി കേൾക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ വിദേശത്തുള്ളവർ നമ്മുടെ ജമാഅത്തിന് വേണ്ടി, പാങ്ങോട് പുത്തൻപള്ളി ജമാഅത്തിന് വേണ്ടി തരണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. അള്ളാഹു തല പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സംഭാവനകൾ തന്ന് നമ്മുടെ ജമാഅത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ഷംനാദ് മണക്കാടല്ല, മണക്കോട് അല്ലേ, മണക്കോട് 3000 രൂപ. 3000 രൂപ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ പിതാവിന് നീ ആഖിറം വെളിച്ചമാക്കണേ അല്ലാ. ഗൾഫിൽ നിൽക്കുന്ന മകന് ജോബിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അള്ളാഹു ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. തഖബ്ബലല്ലാഹ്. അഷ്റഫ് ചാവേറ്റിക്കുഴി 10000 രൂപ. 10000 രൂപ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവേ, അഷ്റഫ് സാഹിബിനും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ സ്വതക്ക സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിനും കുടുംബത്തിനും ബർക്കത്തുകൾ നൽകണേ അല്ലാ. ആമീൻ ആമീൻ. എല്ലേ റാഷിദ് 3000 രൂപ. മരണപ്പെട്ട പിതാവിന് വേണ്ടി വാപ്പാക്കും മരണപ്പെട്ട വാപ്പാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ. ഉമ്മ എന്നാണോ? ഞാൻ ഓർത്ത് വാപ്പായും ഉപ്പായും ഒന്നാണല്ലോ അല്ലേന്ന് ഓർത്തു. അള്ളാഹുവേ, പൊന്നുപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉമ്മാക്ക് മൗഫിറത്ത് നൽകണേ അല്ലാ. ആഖിറം വെളിച്ചമാക്കണേ അല്ലാ. ബർസഖിയായ ജീവിതത്തിൽ പ്രകാശം നൽകണേ അല്ലാ. ആമീൻ ആമീൻ. കഴിഞ്ഞോ? നീ ആരാ? ഇൻഷാ അല്ലാ ഒരു 3 സ്വലാത്ത് ചൊല്ലോ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ അല്ലേ? സുബ്ഹാനല്ലാഹ്. എന്നാൽ ഒരുപാട് നീട്ടുന്നത് ശരിയല്ല. ഞാൻ ലേശം കാച്ചിക്കാ പുഴുങ്ങിയത് കഴിച്ചു. അത് നിങ്ങളവർക്ക് വാഴ പറയുന്ന സാധനം കാച്ചിക്കായോ? കാച്ചിക്കായി നല്ല കാന്താരി ചമ്മന്തി നല്ലതല്ലേ? മാഷാ അല്ലാ. കാച്ചിലിക്കല്ല, കാച്ചിക്കല്ല അല്ലേ, കാച്ചില്. മാഷാ അല്ലാ. എനിക്കതൊക്കെയാണ് ഇഷ്ടം. നല്ല വരിക്കച്ചക്ക. അല്ലാഹു ബർക്കത്തിലാക്കട്ടെ എന്ന് വിചാരിച്ച് മറ്റു ഭക്ഷണം ഇല്ലെന്നല്ല, അത് കഴിച്ചിട്ടാണ് വന്നത്. ഇനി പോയിട്ട് ഇൻഷാ അല്ലാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ഹബീബായ മുത്തുനബിക്ക് ഹദിയ ചെയ്യും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. ഇരിക്കും. ആരോ സ്വലാത്തൊന്നോതി എന്നാൽ പിന്നെ പകരം ഇലാഹിൽ നിന്ന് പൊന്നേ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 റഹ്മത്ത് അള്ളാഹു തിരിച്ചു തരുന്നത്. കോളേജ്, സാഹിറ ഓഡിറ്റോറിയം, സാഹിറ പബ്ലിക് സ്കൂൾ ഇല്ലേ? ഇതെല്ലാം വിടർന്ന് നല്ല പന്തലിക്കണം. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ബാപ്പുസ്ത, നീ മണ്ണടിയിലും നീ മണ്ണിൽ നേടും വിശിഷ്ട വ്യക്തികൾ കാലത്തിലാകില്ല നിന്നെ മറക്കുക.